തുറന്നു പറയുന്നില്ലെങ്കിലും യുഎസിനും ഇസ്രയേലിനുമെതിരെ അതിശക്തമായ എതിർപ്പ് ആഗോളതലത്തിലുണ്ട്. നിലവിലെ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ വലിച്ചിഴച്ചത് ഇരു രാജ്യങ്ങളും ചേർന്നാണ്. അതിന്റെ നിശബ്ദ പ്രതിഷേധത്തിലാണ് ലോകം. ഇപ്പോഴിതാ ഇസ്രയേലിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഇസ്രയേലിന്റെ അടുത്ത സുഹൃത്താണ് ഇറ്റലി. ഈ നിർണായക സമയത്ത് ഉറ്റ സുഹൃത്ത് നൽകിയ പ്രഹരം ഇസ്രയേലിനെ നന്നായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇസ്രയേലുമായുള്ള എല്ലാ പ്രതിരോധ സഹകരണ കരാറുകളിൽ നിന്നും ഇറ്റലി പിന്മാറിയിരിക്കുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപ്രതീക്ഷിത തിരിച്ചടിയാണ്. 2006 ഇസ്രയേലും ഇറ്റലിയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാർ നിലവിൽ വന്നത്. ഓരോ 5 വർഷവും കരാർ പുതുക്കും. പ്രതിരോധ വ്യവസായങ്ങൾ, സൈനികർക്കുള്ള വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം, വികസനം, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിലെ സഹകരണം ലക്ഷ്യമിടുന്നതാണ് കരാർ. യൂറോപ്പിൽ ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായിരുന്നു മെലോനി സർക്കാർ. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ പുതുക്കുന്നില്ലെന്ന് മെലോനി വ്യക്തമാക്കിയിരിക്കുന്നു. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ മെലോനി വിമർശിച്ചിരുന്നു. ലിയോ മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപ് നടത്തിയ വിമർശനങ്ങളും ബന്ധം വഷളാക്കിയെന്നാണ് കരുതുന്നത്. ട്രംപിന്റെ വിമർശനത്തെ മെലോനി എതിർത്തിരുന്നു. എന്നാൽ ഇറ്റലിയുടെ പ്രഖ്യാപനത്തിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. ഇറ്റലി മാത്രമല്ല, നിരവധി ലോകരാജ്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും യുഎസിനും ഇസ്രയേലിനുമെതിരെ രംഗത്ത് വന്നു. യുഎസുമായും ഇസ്രയേലുമായും മികച്ച ബന്ധം നിലനിർത്തുന്ന ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് യുഎസിന്റെ ഹോർമുസ് ഉപരോധത്തിനെതിരെ സൗദി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്. ട്രംപിന്റെ നീക്കം സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന് സൗദി ഭയപ്പെടുന്നതായാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിക്കണമെന്നും ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും സൗദി അറേബ്യ യുഎസിനോട് ആവശ്യപ്പെട്ടതായാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇറാൻ ചെങ്കടലിലെ ബാബൽ മന്ദബ് അടച്ചുപൂട്ടും. ഇത് സൗദിക്ക് വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ടാണ് യുഎസിന്റെ ഉപരോധത്തെ സൗദി എതിർക്കുന്നത്. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അത് കൂടുതൽ തിരിച്ചടി നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാകുമെന്ന് സൗദി തിരിച്ചറിയുന്നുണ്ട്. യുഎസ് ഉപരോധത്തിനെതിരായ നീക്കത്തിന് പിന്നിലെ കാരണം ഇതാണെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ സംഘർഷം എത്രയും വേഗം അവസാനിക്കണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. യുദ്ധവെറിയന്മാരായ ട്രംപും നെതന്യാഹുവും ഒഴികെ എല്ലാവരും യുദ്ധത്തിനെതിരാണ്. ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള കൂട്ടായ്മയിൽ യുകെയും ഫ്രാൻസും ഓസ്ട്രേലിയയും അണിനിരക്കും. നാറ്റോ സഖ്യവും ട്രംപിനൊപ്പമില്ല. ഇവരെയൊക്കെ വിമർശിച്ചും ഭീഷണിപ്പെടുത്തിയും ട്രംപും നെതന്യാഹുവും മുന്നോട്ടു പോകുന്നു. ഒരു കാര്യം വ്യക്തം, ട്രംപും നെതന്യാഹുവും ഒറ്റപ്പെടുകയാണ്. അടുത്ത സുഹൃത്തുക്കൾ പോലും ഇരുവരെയും കൈയൊഴിയുന്നു.